ആദ്യം ഞാൻ അജിത്തിന്റെ അമ്മയിലേക്ക് തന്നെ പോകുന്നു. അമ്മ, ഈ അമ്മയുടെ രണ്ടു മക്കളിൽ എനിക്ക് തോന്നുന്നു അജിത്തിന്റെ ആശുപത്രിയിൽ നേരിട്ട് വന്നിരിക്കുന്നതാണ്. ആ ക്ഷീണം ഞാൻ മനസ്സിലാക്കുന്നു. അമ്മയുടെ രണ്ടു മക്കളിൽ ഒരാൾക്ക് വയ്യാത്ത ആളാണ്. ഈ പന്തലുപണിക്ക് പോകുന്ന അജിത്താണ് കുടുംബത്തിന്റെ ഏക അത്താണി. രാവിലെ അമ്മ കണ്ണീരോടെ പറഞ്ഞ സംഭവങ്ങളൊക്കെ തെറ്റാണ്, അങ്ങനെയൊന്നുമില്ല, എല്ലാം ക്രമപ്രകാരം തന്നെയായിരുന്നു എന്നാണ് ഉച്ചയ്ക്ക് മെഡിക്കൽ കോളേജ് അസ്ഥിരോഗ വിഭാഗം ഡോക്ടർമാരുടെ വാർത്താ സമ്മേളനം. അത് കേട്ടിരുന്നോ അമ്മ? ഞാൻ കേട്ടിട്ടൊന്നുമില്ലായിരുന്നു. ഒന്നും പറ്റിയില്ല എന്നാ പറയുന്നേ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം കൃത്യമായിരുന്നു. അവരുടെ അടുത്ത് ഒന്നും പറ്റിയിട്ടില്ല. ഇനി മറ്റന്നാൾ ഡിസ്ചാർജ് ആയിരുന്നു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും ചെറിയ എന്തൊരു, ഞാനും അവൻ്റെ വേദന പൊളച്ച് കരയുന്നുണ്ടപ്പോൾ ഞാൻ പുറത്തേക്ക് പോയിരുന്നു. പിന്നെ എൻ്റെ ചേച്ചീൻ്റെ മോളെ കുട്ടിയെ ഏരിയത്തുണ്ടായിരുന്നത്, അവളോടാണ് പറഞ്ഞത് ഈ കമ്പി എടുക്കുമ്പോൾ ഒരു ദാരം കാണും, അപ്പോൾ ഒന്ന് വേറെയും സർജറി ചെയ്യേണ്ടി വരും എന്നുള്ളത് അവളോട് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഈ രാത്രിയാണ് വേദന കൂടുന്നത്, അപ്പോൾ ഒരു ശസ്ത്രക്രിയ നടത്തണം എന്ന് രാത്രി തന്നെ പറഞ്ഞു അല്ലേ? രാത്രി 10 മണിക്ക് വന്നിട്ട് 2-3 കമ്പി കൈമ കൊണ്ട് തന്ന് പറഞ്ഞ് എമർജൻസി ആയിട്ട് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും, അന്നേരം വിളിച്ചാൽ ഉടനെ വരണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ആ സമയത്തൊന്നും വരാനൊന്നും കഴിയില്ല, എൻ്റെ സ്നേഹിതന്മാരെ വിളിച്ചെടുത്തിട്ട് ഞാൻ ഓപ്പറേഷന് തയ്യാറാവുള്ളൂ, ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സാറുമാർക്ക് ഓർമ്മയില്ലേ എൻ്റെ കൈ ഇത്തരത്തിലാക്കി വെച്ചത് എന്നുള്ളത് ഓൻ ചോദിച്ചിരുന്നു. അപ്പം എന്തായിരുന്നു മറുപടി അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം ഇന്ന് വന്ന ഡോക്ടർമാർ പറയും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇത് കമ്പി കൊണ്ടു തന്ന ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നു, എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു. അപ്പം വലിയ ഡോക്ടർ പറയാണ് ആ ഡോക്ടർ വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ, അത് സ്വയബോധമല്ല, സാറ് പറയാണ് ബുദ്ധിയില്ലാതെ പറഞ്ഞു പോയതാണ്, അവരുടെ അടുത്ത് തെറ്റ് പറ്റിയതാണ്, അത് ഓപ്പറേഷൻ്റെ കാര്യമൊന്നും ഇല്ലാന്ന്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ, ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടാതെയും കണ്ടിട്ട് വേണമെന്നുള്ളത് പറഞ്ഞ് ഞങ്ങൾ വിഷമിപ്പിച്ചിട്ട് സാറുമാർക്ക് എന്താ കിട്ടിയത്, ഞങ്ങൾ ഡോക്ടറാകും പഠിക്കുന്നത് ഒരു ജോലിക്കും വേണ്ടിയിട്ടാണ്, ഞങ്ങൾ ജോലി ചെയ്യാനും പഠിപ്പില്ലാത്ത ആൾക്കാരാണ്, എൻ്റെ മോൻ ഇങ്ങനെ വേദനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കിട്ടി, എൻ്റെ കുടുംബം പുലർത്തുന്ന മകനാണത്, എനിക്ക് വേറെ ആരെ സഹായമില്ല, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് കുറേ കൊല്ലമായിരിക്കുന്നു, ഈ ഒരു മോൻ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കുടുംബം വരെ കഴിയുന്നത്, ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും എൻ്റെ മോൻ കൊണ്ടുവന്നിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയാനുള്ള മാർഗം ഉണ്ടോയെന്ന് അറിയുന്നില്ല സാറേ. ഇവർ പറയുന്നത് ഈ രാത്രി ഇത്തരത്തിൽ അടിയന്തര ശസ്ത്രക്രിയ വേണം എന്നൊരു എപ്പിസോഡേ ഉണ്ടായിട്ടില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നങ്ങ് പറയുകയാണ്. വെറുതെ ഒന്നല്ല സാറ് പറഞ്ഞു, വാർഡിലുള്ള ആരും ഉറങ്ങിയിട്ടില്ല, എൻ്റെ മോനെ ചാനലിൻ്റെ ആൾക്കാർ വന്നപ്പോൾ പുറത്തേക്ക് വിളിച്ചപ്പോൾ ഒരു കൂട്ടർ വന്നപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ട് സംസാരിച്ചു, 2ാമത്തെ കൂട്ടർ വന്നപ്പോൾ ചാനലിൽ വിൽക്കാൻ വന്ന ആൾക്കാർ വന്നപ്പോൾ അയാളെ ഉന്തി നീക്കിക്കായിരുന്നു. അന്നേരം സെക്യൂരിറ്റിനോട് പറഞ്ഞു ഞങ്ങൾ തൊട്ട് കളിച്ചാൽ നിങ്ങളെ കളി മാറി പോവലുണ്ടാവുള്ളൂ, ഞങ്ങൾ ആസ്പത്രിൻ്റെ ഉള്ളിലേക്ക് കടന്നില്ല, ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ മൈക്കം വെച്ചിട്ട് അന്നേരം ഞാൻ ഒച്ചത്ത് തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചു നിങ്ങളൊരു കുടുംബത്തിന് ഇങ്ങനെ വന്നി കാണിച്ച് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, എനിക്ക് ആരും ഇല്ലാത്തതിനെ കൊണ്ടല്ല ഇപ്പം ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് ഞാൻ അവിടുന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇന്ന് ഡോക്ടർ പറയാണ് ഇങ്ങനെയൊന്നും സംഭവിക്കാത്ത നിങ്ങൾ സംഭവിച്ചേക്കെന്ന് പറയും, നിങ്ങൾക്ക് പഠിപ്പുള്ള കാര്യമാണ്, കാലിനിട്ട കമ്പി കൈക്കിട്ട് തരില്ല ആരാണ്. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന ഡോക്ടർ പറഞ്ഞു കമ്പി മാറിയിട്ട് പോയതാണ്, അതിനെക്കൊണ്ട് അർജൻറ്റായിട്ട് എമർജൻസി ഓപ്പറേഷൻ ചെയ്യേണ്ടത് വരിക, 11 മണിക്ക് വിളിച്ചാൽ അന്നേരം എത്തിക്കോളണമെന്ന്. അപ്പോൾ എൻ്റെ മോൻ ഇത് പറഞ്ഞപ്പോൾ പറയും നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തോളിന്ന് പറഞ്ഞു ആ ഡോക്ടർ ബാഗ് എടുത്തൊരൊറ്റ പോക്കുപോയതാ. പിന്നെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പറയണം ഇനിയിപ്പോൾ സൗകര്യം ഇല്ല, ഇനി നാളെ രാവിലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രാത്രി 2 മണിക്ക് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ എന്നിട്ടിപ്പോ ശസ്ത്രക്രിയ നടന്നു, ഈ ഓപ്പറേഷൻ നടക്കണ്ട, ഇപ്പൊ കമ്പി മാറ്റിയിടേണ്ട ഓപ്പറേഷൻ നടന്നോ? ഇല്ല, ജോലി ചെയ്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇനി പോയിട്ട് വന്നിട്ട് എന്തെങ്കിലും അങ്ങനെ ഓപ്പറേഷൻ വേണമെങ്കിൽ ഓപ്പറേഷൻ ഞങ്ങൾ ചെയ്യേണ്ടത് നിൻ്റെ മോളോട് പറഞ്ഞതാണ്. ഞാൻ ഏരിയത്ത് നിന്നില്ല, കരച്ചിൽ കാണുമ്പോൾ ബേജാറാവാണ് സാറേ, കുരുട്ടി വെടിനുമായിട്ട് എൻ്റെ മുമ്പ് കിടന്ന് കരയാണ്. എന്നിട്ട് അന്നേരം ഒരു വേദനയ്ക്കുള്ള ഗ്ലൂക്കോസ് കയറ്റും, ആ മരുന്ന് കയറ്റി അതിൻ്റെ സ്ട്രോങ് കഴിയുമ്പോഴത്തേനും വീണ്ടും വേദന വരും. ഇപ്പം ഞാൻ വരുമ്പോൾ കിടന്ന് കരയാണ്, എത്ര മരുന്നായി ശരീരത്തിൽ കയറ്റുന്ന വേദനയ്ക്കുള്ള കുത്തി പറിക്കാന്നാ പറയണത്. ആ ഓപ്പറേഷൻ ചെയ്ത ആ സ്ഥലത്ത് കൈ കുത്തി പറിക്കണെന്നാ പറയണത്. ഇന്നലെ വാർഡിലുള്ളവരാരും ഉറങ്ങിയിട്ടേ ഇല്ല. ഈ കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്നു പറഞ്ഞിരുന്നല്ലോ, അത് അങ്ങനെ അതേ അവസ്ഥയാണോ? ആ ആക്സിഡന്റ് കാണുന്നുണ്ട്, പുറത്തേക്ക് നീളത്തിലൊരു വിരലിന്റെ നീളത്തിൽ ഇങ്ങനെ പുറത്തേക്ക്. അപ്പം പറയാണ് വലിയ ഡോക്ടർ എന്താ പറഞ്ഞത്, ഇത് ഓപ്പറേഷൻ വന്ന് നോക്കിയിട്ട് 2ാമത് എടുക്കുമ്പോൾ അതുകൊണ്ട് ഊരിയെടുക്കാനുള്ള കമ്പിയാണ്, അതാണ് അങ്ങനെ വെച്ചത് എന്ന്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ വെച്ച കമ്പിക്ക് വീണ്ടും ഈ ഡോക്ടർ വന്നിട്ട് ഈ ഓപ്പറേഷൻ ചെയ്ത എൻ്റെ മോൻ്റെ കൈ എന്താവുമായിരുന്നു സാറേ, പിന്നീട് എൻ്റെ മോൻ അത്ര വേദന സഹിക്കേണ്ടിയിരുന്നില്ലേ,
ഞങ്ങൾ അന്നേരം ഇത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതിനെ കൊണ്ടല്ല ഓപ്പറേഷൻ ചെയ്യാതെ നിന്നത് എന്ന്. അപ്പോൾ ഇത് വാർത്തയായത്, ഇപ്പോൾ അമ്മ സംശയിക്കുന്നത് ഇത് വാർത്തയായതിൻ്റെ പേരിൽ ഡോക്ടർമാരെ ആരൊക്കെയോ കുറ്റപ്പെടുത്തുന്നതിൻ്റെ പേരിൽ അവർക്ക് പറ്റിയൊരു പിഴവിൽ മാറ്റി ചെയ്യേണ്ട ഒരു ശസ്ത്രക്രിയ ചെയ്യാതെ വേദന അനുഭവിപ്പിക്കുന്നു എന്നാണോ അമ്മയുടെ പരാതി? അതന്നെയാണ് എനിക്ക് തോന്നുന്നത് സാറേ. ഓനും പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ഇത് മാറ്റി ചെയ്യാൻ ചെയ്തിട്ട് എൻ്റെ കൈമിലുള്ള കമ്പി ഒന്ന് മാറ്റിയിട്ട് തന്നാൽ മതിയായിരുന്നു എന്ന് കുട്ടി പറയുന്നുണ്ട്. പേര് വെട്ടി പോയിട്ടുമ്പോൾക്ക് വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ആസ്പത്രി പോയിട്ട് എന്തെങ്കിലും ചെയ്യാം അമ്മേൻ്റെ കൈ എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് മരുന്ന് എൻ്റെ ശരീരത്തിലേക്ക് കയറ്റവും ചെയ്യണ്ട, ഭക്ഷണമൊന്നും തിന്നാൻ വയ്യ, മൊത്തത്തെ വലത്ത് ഭാഗത്തെ കണ്ണിൻ്റെ നേരെയുള്ള എല്ല് പൊട്ടിക്കണ്, പല്ലിൻ്റെ സ്ഥലത്ത് അതൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കണ്. ഈ നെല്ലിത്തേൻ്റെ കഞ്ഞിയും പന്നും പാലും അല്ലാതെ വേറെ ഒന്നും എൻ്റെ ഈ 9 ദിവസം കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല, ഓൻ കഴിക്കുന്നത് ഞാനും കഴിക്കലുള്ളൂ. എന്നാ ഒരു ആശുപത്രി പോകാനുള്ള പൈസ ഇല്ല അല്ലേ? ശരി അമ്മ, ഞാൻ എത്താം.